ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫത്തസ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈ ആണ്. ഇത് വളരെ സിമ്പിളും ഈസിയും ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വേറെ ചിക്കൻ ഫ്രൈ പോലെ നമുക്ക് മാരിനേറ്റ് ചെയ്യാനൊന്നും വേണ്ട. ഇത് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, പക്ഷെ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് 2 സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് കളർ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഒനിയൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മ ഒരു ജിഞ്ചർ സ്മോൾ പീസും ഒരു ഗാർലിക് മുഴുവനും നന്നായി ചതച്ചെടുത്തതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് പേസ്റ്റാക്കി ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 6 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 1 kg എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തേക്കുന്ന ഡ്രംസ്റ്റിക് പീസാണ്. നിങ്ങൾക്ക് വേറെ ഏത് പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ആ ചിക്കനിൽ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ പിടിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ടർമറിക് പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൊറിയാണ്ടർ പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാലയും 1 ടീസ്പൂൺ. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉമ്മ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് നോർമൽ ചിക്കൻ ഫ്രൈ പോലെ ഒരുപാട് ഓയിലൊന്നും വേണ്ട. കുറച്ച് ഓയിൽ തന്നെ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ലെമണിന്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കന് ജ്യൂസൊക്കെ ഇറങ്ങി വരുന്നതിന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഫെനൽ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡിയാകും. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് അത്ര ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കുറേ പേർക്ക് അറിയാം, പക്ഷേ നമുക്ക് അറിയാത്തവർക്കാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡിയാവും. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ കഴിക്കാനും അടിപൊളിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാനാണ് ചിക്കൻ കണ്ടിട്ട് തംസപ്പ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ ഉമ്മ 5 സ്റ്റാർ ഷെഫ് അല്ലാത്തതുകൊണ്ട് ഉമ്മക്ക് അത്ര വലിയ ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡെക്കറേഷൻ എന്ന് പറയുന്ന കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കല്ലേ. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.